17 എടുക്കാൻ പോണേ. आंडमान डायरी श्रीकांत वर्मा श्रीकांत वर्मा का जन्म 18 सितंबर 1931 बिलासपुर में हुआ था. श्रीकांत वर्मा का कवि कर्म अत्यंत महत्वपूर्ण. അദ്ദേഹത്തിൻ്റെ ജനനം 1831 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിവർണ്ണനം കവിയായിട്ടുള്ള കർമ്മം മഹത്വപൂർണ്ണമാണെന്ന് പറയുന്നു. ഹക്കീക ശ്രീകാന്ത് വർമ്മ का सनातन डिसेंट का कवि कहा गया है. അഖിൽ ശ്രീകാന്ത് വർമ്മയെ സനാതൻ ഡിസെൻറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. उनकी रचनाओं में आत्मवियोग और आत्मस्वीकार कर सबसे अधिक മൂല്യവാൻ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് ആത്മവിയോഗത്തെക്കുറിച്ചിട്ടും ആത്മസ്വീകാരനെക്കുറിച്ചിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ കവിക്ക് ആന്തരിക് സിദ്ധഹസ്ത കഥാകാരൻ. അദ്ദേഹം കഥ കൂടാതെ കഥാകാരനും ആലോചകനും അനുവാദകനും ഡയറി എഴുതുന്ന ആളും യാത്രാസംവരണം എഴുതുന്ന ലേഖകനും കൂടിയായിരുന്നു. ഇൻ്റർവ്യൂ വിത്ത് മേബി ഇൻക മഹത്വപൂർണ്ണ യോഗ്യതാൻ ഹെ. അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് ഇൻ്റർവ്യൂ വിധകളും അദ്ദേഹത്തിന് വളരെ महत्वपूर्णമായിരുന്നു. इसका सारी रचनाएं श्रीकांत वर्मा रचनावली में 8 खंडों में संकलित. അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ശ്രീകാന്ത് വർമ്മ എന്ന രചനാവലിയിൽ 8 ഖണ്ഡങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്തതാണ് कृति का सारांश. अपराहन जब सेल्युलर जेल गया तो मैंने देखा अपनी सम्यता पर नाज करने वाले अंग्रेज शासक इतने क्रूर बदशक्ल मनहूस अमानुषिक कारागृह कर सकते हैं. വൈകുന്നേരം ലേഖകന് സെല്ലുലാർ എന്ന് പറഞ്ഞ ജയിലിൽ പോയപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എങ്ങനെയാണ് ഇത്ര വൃത്തികെട്ടതുമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ എന്തുണ്ടാക്കിയിരിക്കുന്നു, ജയിലുകൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. मानवीय स्वतंत्रता की पक्षधरता का दावा करने वाली गोरी शासक जाति किस तरह इंसान को इन शिक्षों में एक नहीं दो दशक 20 वर्ष कैद कर रहा सकती है. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന വെള്ളക്കാരനായ ഭരണവർഗത്തിന് എങ്ങനെയാണ് ഒരു മനുഷ്യനെ വളരെയധികം കാലം പ്രകാരം തടവിലിടാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളെ കാലാപ്പാനിയാണ് കേട്ടോ തടവിൽ പാർപ്പിക്കാൻ കഴിയുക. 1ഉം 2ഉമല്ല 20 വർഷത്തിൽ കൂടെ അവരെ തടവിലാക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റേ ശ്വാസം മുട്ടിട്ടുള്ള ആൾക്കാർ വെച്ചിരുന്നു തടവിലാക്കിയിട്ട്. സ്വയം അവർ തടവിലുള്ളവർ തന്നെ സ്വയം മരിക്കാനായിട്ട്. അപ്പോൾ 20 വർഷം 1-2 ദിവസമല്ല 10 വർഷത്തോളമാണ് 20 വർഷത്തോളം തടവിലാക്കാണ് ആര് ചെയ്യണത്, നമ്മളെ ഇംഗ്ലീഷ് ഭരണാധികാരികൾ നമ്മളെ ഇന്ത്യക്കാരെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. लेह हिंद महासागर में स्थित टापू अंडमान की यात्रा पर गए हैं. आंडमान द्वीप हमारा संस्कृत इतिहास का एक प्रसिद्ध अध्याय है. ആൻഡമാനിലേക്ക് അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്. ആൻഡമാൻ ദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ ദുരന്ത അധ്യായമാണെന്ന് പറയുന്നു. स्वाधीनता सेनानियों को यहाँ कैद में रखा जाता है. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. यह भारत की मुख्य भूमि से हजारों किलोमीटर दूर बंगाल की गड़ी में स्थित है. നമ്മുടെ ഭാരതത്തിൻ്റെ മുഖ്യ ഭൂമിയായിട്ടുള്ള ഭൂപ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭാരതീയ ലോക ജീവനമേ കാലാപാനി നാം സെ മുഖ്യാത്. ഇത് ഭാരത ജീവിതത്തിൽ എന്തിൻ്റെ പേരിലാണ്, കാലാപാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡയറി का लेखक शनिवार 8 जनवरी 1986 को पार्क फ्लोयर के सेल्युलर जेल में पूर्वज सेनानियों के कैदखाने को देखकर विषाद में डूब गया है. 1986 ജനുവരി 4 ശനിയാഴ്ച പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൽ മുൻ പോരാളികളുടെ ജയിൽ മുറികൾ കണ്ട് ലേഖകൻ വളരെ സങ്കടപ്പെടുകയാണ്, വിഷാദമാവുകയാണ് ചെയ്യുന്നത്. അടുത്ത വ്യാഖ്യാനം നോക്കാം. बहुधा भारत में शासन की एक रिसर्च से आए अंग्रेज़ों को लोग कल्याणकारी सत्ता की स्थापना का श्रेय दिया जाता है.
संविधान से लेकर विविध जनतांत्रिक संस्थाओं की नींव रखने के इन गौरव शासकों की निजी स्वार्थ ही प्रबलता. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്ഥാപനം 1906 നടന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണാധികാരികളായി വന്ന ബ്രിട്ടീഷുകാർക്ക് പലപ്പോഴും അംഗീകാരം നൽകപ്പെട്ടിരുന്നു. അവർക്ക് എല്ലാ അംഗീകാരങ്ങളും കൊടുത്തിരുന്നു. ഭരണം മുതൽ വിവിധ ജനാധിപത്യ കാര്യങ്ങൾ ആരൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്? ഇംഗ്ലീഷുകാർ തന്നെയാണ് ചെയ്തിരുന്നത്. 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. आज़ादी पर्वत अनेक रूपों में भारतीय धन का शोषण एवं उपभोग करते हैं. അതിലൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ഭാരതീയ ധനങ്ങളും ശോഷിപ്പിച്ചു എന്ന് വെച്ചാൽ ചൂഷണം ചെയ്തു ആര്? ഇംഗ്ലീഷുകാർ. ഭാരത് സേനയ്ക്ക് ചിടിയാതി ഗരീബ് ദുർദശ കാ ശിക്കാർ. എല്ലാവരും തന്നെ സേനയ്ക്ക് ചിടിയാതി ഗരീബി और दुर्दशा का शिकार है. ബാക്കിയുള്ളവരെല്ലാവരും എന്താക്കി മാറ്റി? ഗരീബിയാക്കി മാറ്റി എന്നാണ്. പാവപ്പെട്ടവരാക്കി, അടിമയാക്കി മാറ്റി. इस देश को परतंत्र रखने के लिए अंग्रेजों ने दंडनीति का आविष्कार किया था. അപ്പോഴാണ് അവരെന്ത് ചെയ്തു? ദണ്ഡനീതി കൊണ്ടുവന്നത്, തടവ് ശിക്ഷ എന്ന ആവിഷ്കാരം കൊണ്ടുവന്നത്. ഉദാഹരണം ആൻഡമാൻ ഫോർട്ട് ബ്ലോയർ സെല്ലുലാർ ജയിൽ. അതിന് ഉദാഹരണമാണ് ആൻഡമാനിലെ ഫോർട്ട് ബ്ലോയർ ജയിൽ എന്ന് പറയുന്നത്, സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. കാലാപാനിക്ക് സജാവായ ലോകോക്ക് ലോട്ടനേക്ക് കോയി ഉമ്മീദ് नहीं होती. കാലാപാനിയിൽ അകപ്പെട്ട ഒരാൾക്ക് പോലും തിരിച്ചു വരാനായിട്ട് അങ്ങനെ ഒരു തിരിച്ചു വരവ് ഉണ്ടായിരുന്നില്ല. घुट कर काला कोटरों की अपनी जीवन लीला समाप्त होते. എന്ന് വെച്ചാൽ അവർ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കറുത്ത കോട്ടരിയുമേ അപ്നി ജീവലീല സമാപ്ത. അവരുടെ ജീവിത ലീലകൾ അവർ അവസാനിപ്പിക്കുമായിരുന്നു. കേസ് ദമൻ और उत्पीड़न के बावजूद स्वतंत्र प्रेमी കേന്ദ്രകാരോं के मनोबल कोई असर नहीं पड़ा. എന്നാലും സ്വാതന്ത്ര്യ സേനാനികളുടെ അവരുടെ സ്വാതന്ത്ര്യപ്രേമി ക്രാന്തികാരികളെല്ലാം മനോബലങ്ങളൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല? അവർ ഉപേക്ഷിച്ചില്ല എന്ന് പറയുന്നു. മനോവികാർ के प्रबलता और उदारता का दंभ करने वाली ये संघर्ष जाति ने सेल्युलर जेल का यातना काल और അമാനുഷിക് അധ്യായ രചാത. അവരുടെ ജീവിതകാലം എന്ന് പറയുന്നത് അമാനുഷികമാണ്, മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് അവരവിടെ ചെയ്തു കൂട്ടിയിരുന്നതെന്ന് പറയുന്നു. ഈ ജയിലിക്ക് നിയമം 1997 തുടങ്ങിയത്. ജയിലിക്ക് അന്തർ 694 മുറികളുണ്ട്. ഈ പ്രത്യേക കോട്ടയത്തിന് ഗോപനീയ അഖേലിതയും സ്ഥലന്ത. എല്ലാ മുറികളും ഒറ്റപ്പെട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പടോസി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അയൽപ്പക്കം പോലെ എന്ന് വെച്ചാൽ ഒരു ജയിലിലകപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ കാണാനോ സംസാരിക്കാനോ അവരുടെ മുഖം കാണാൻ പോലും പറ്റിയിരുന്നില്ല. आज़ादी का सपना देने वाले अज़ाज़ा बेगम वाले सेनानियों की तपस्या और बलिदान को देखकर लेकर भाव हो जाता है. അവരുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഓരോ സേനാനികളുടെയും തപസ്യയും അതുപോലെ ബലിദാനും കണ്ടുകൊണ്ട് ലേഖകൻ എന്തായിട്ട് പോവുകയാണ്? മനസ്സ് വിഷാദമായിട്ട് പോവുകയാണെന്ന് പറയുന്നു. स्वतंत्र विशेषण. स्वतंत्र दुर्लभ उपहार है. इसका अनुभव अंडमान की काल कोठरियों के सामने शिद्दत से लेखक को होते हैं. इसलिए लेखक के लिए यह തീർത്ഥയാത്രയ്ക്ക് സമ്മാൻ है. സ്വാതന്ത്ര്യം ഒരു അപൂർവ സമ്മാനമാണെന്ന് പറയുന്നു. ആൻഡമാനിലെ തടവറകൾക്ക് മുന്നിൽ എഴുത്തുകാരൻ്റെ അത് ആവശ്യത്തോടെ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലേഖനം എന്തുണ്ട്? അതൊരു തീർത്ഥാടനം പോലെയായിരുന്നു എന്ന് പറയുന്നു. अंश 2. शेक्सपियर के नाटकों में ट्रेजेडी रहती है. कॉमेडी मगर के शेक्सपियर को घर भूल आए थे. ये आकर उन्होंने सीखा था ट्रेजेडी को कॉमेडी में और कॉमेडी को ट्रेजेडी में बदलाना. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ ട്രാജഡിയും തുടരുന്നു, കോമഡിയും തുടരുന്നു. ഇവിടെ വന്നതിന് ശേഷം ട്രാജഡിയെ കോമഡിക്കാനും കോമഡിയെ ട്രാജഡി ആക്കാനും ലേഖകന് പഠിച്ചു എന്നാണ് പറയുന്നത്. लेखक सेल्युलर जेल के फांसी करके एक चबूतरे के सामने फांसी को पूर्व औपचारिक तरीकों पर विचार करते हैं. फांसी पूर्व संध्या पर स्वतंत्र सेनानियों को काला कोठरी में आखिरी रात मृत्यु की प्रतीक्षा करनी पड़ती.
जाती है. ഓരോ ജയിലിലിരിക്കുന്നവനും തൂക്കിലേറ്റപ്പെട്ട ആളുടെ മുറിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ലേഖകൻ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള അചാരകപരമായിട്ടുള്ള രീതികളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തൂക്കിലേറ്റുന്നതിന് തലേന്ന് വരെ ആ ഇരുട്ടുമുറിയിൽ കാലാകൊട്ടം എന്ന് പറഞ്ഞാൽ ഇരുട്ടുമുറിയിൽ അവർ മരണം കാത്തു കിടക്കുകയാണെന്ന് പറയുന്നു. व्याख्या अंडे सुपनिवेश नर्मदाओं के अपनी सभ्यता और विसर्ग बहुत ധമണ്ഡത. ബ്രിട്ടീഷ് കോളനിയലിസ്റ്റുകളുടെ അവരുടെ നാഗരികതയും പൈതൃകതയും അപമാനിച്ചിരിക്കുന്നു. ഷേക്സ്പിയർ का साहित्य अनेक लेख ഓരോ വസ്തു ഷേക്സ്പിയറിൻ്റെ ഓരോ അഭിമാനമായിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഓരോ സാഹിത്യവും ലേഖകന് അഭിമാനമായിരുന്നു. ഭാരത് പാണ്ഡപൂർണ്ണ അമാനവീയ ഓർ ക്രൂർ ആചരണം കർത്തേ ഹെ എന്നാണ്. ഇന്ത്യയിൽ മനുഷ്യത്വരഹിതവും ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് പെരുമാറ്റമാണ് ചെയ്തിരിക്കുന്നത്. വേ മാനവതാക്കി ടാഞ്ച് രചിത്ത് വള്ളക്കം മനുഷ്യത്വം. ടാഞ്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം നടിക്കുക. അല്ലെങ്കിൽ ഫാസിക്കെ ഉദാരതാധികാരത്തെ കർത്ത് അവരതുപോലെ തന്നെ ഉദാരത മനുഷ്യത്വം ക്രൂരമായിട്ട് പെരുമാറുക അതൊക്കെ അവർ നടിക്കുകയായിരുന്നു. മൃത്യുസെ പൂർവ്വ വ്യക്തി ഗുലിയ ഹവാക്കെ സാസ് ലേനേക്ക് ചുട്ടത്തെ. എന്നാൽ തൂക്കിലേക്കുന്നതിന് മുമ്പ് ഇടിച്ചാൽ ഉദാര മനസ്കത നടിച്ചു എന്ന് പറയുന്നു. മരണത്തിന് മുമ്പ് ആ ഒരു വ്യക്തിയെ സ്വതന്ത്രമായിട്ട് വിടുന്ന വ്യക്തിക്ക് ഗുലിയ ഹവ നല്ല കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു സാസ് ലേനേക്ക് ചുട്ടത്തെ അവർ ശ്വാസം കിട്ടുന്നതിന് വേണ്ടി പുറത്തേക്ക് അയക്കുന്നു ചെയ്യുന്നു. വേ ധാർമ്മിക ഹോണേക്ക അപമാനീയ കർത്തവരെ അവരുടെ ധാർമ്മികത മതവിശ്വാസം അപമാനിക്കുകയും ചെയ്യുന്നു. പാസി പാനെ വാലക്കു ധർമാനുസാർ ഗീത ബൈബിൾ ഖുർആൻ പാഠിക്ക് സുവിധ ദീ ജാത്തി ഹെ. ലേക്കുന്ന ആളുകളുടെ മതവിശ്വാസങ്ങൾ ഗീതയും ബൈബിളും ഖുർആനും പാരായണിച്ചുള്ള സൗകര്യം അവർക്ക് കൊടുക്കുകയും അവസാനം എല്ലാം ക്രൂരത ചെയ്തുകൊണ്ട് അവസാനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആഖിരി ഇച്ചാക്കാബി ഗാൽ രത്ന ജാത്ത ഹെ. അവരുടെ എന്താണ് അവർക്ക് അഭിലാഷമായിട്ട് എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിക്കില്ല അതൊക്കെ ചോദിക്കുന്നു. അതിലും അവരെന്താണ് നടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഡയറി ലേഖയെ പറഞ്ഞ ശ്വാസം കർത്തെ ഭരണാധികൾ എന്തായാലും ചോദിക്കുമ്പോൾ ആസാദി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ലേഖൻ ആശിച്ചു പോവുകയാണ് എന്ന് പറയുന്ന ശ്വാസവും हमारे स्वतंत्र सेनानी की आज़ादी का जय घोष किया होगा. അവരെന്ത് ചെയ്യുന്നു അവരെ വിസ്താരം ചെയ്യുന്നു. ഇവിടെയാണെന്ന അവർ എന്താണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നു. അവർക്ക് സ്വാതന്ത്ര്യം മതി എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്തിന് എന്ത് വേണമെന്ന് പറയുന്നു സ്വാതന്ത്ര്യം വേണമെന്ന് പറയുകയും ചെയ്യുന്നു. ലേക്കിൻ की इच्छा विरुद्ध उन्हें फांसी के धक्के चटा दिया गया होगा. का आशय यह है कि फांसी के कारुणिक प्रसंग में भी अग्रेस ने नाടകീയത കഠിന കായം. അവസാനം എന്ത് ചെയ്യുന്നു അവർ നാടകീയത എല്ലാത്തിലും അവരുടെ കാരുണ്യമായിട്ടുള്ള നാടകീയത കാണിക്കുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 17 156 പേജാണ്. अंश 3 मेरे मन में सावरकर के प्रति पूर्वाग्रह था क्योंकि उनका संबंध हिंदू महासभा से रहा. मैंने यह नहीं सोचा कि यह हिंदू के रूप में अपने अस्मिता की तलाश सांप्रदायिकता नहीं. कम से कम ऐसा व्यक्ति सांप्रदायिक नहीं हो सकता जिसमें देशभक्ति की इतनी बड़ी सजा भोगी हो. ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ടിരുന്നതിനാൽ എൻ്റെ മനസ്സിൽ സവർക്കറുടെ കുറിച്ച് ചില മുൻധാരണകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ സവർക്കർ എന്ന് മറ്റുള്ളവരെ പോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സവർക്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. प्रसंग सेल्युलर जेल के देखते समझाते हुए देख फॉर्म्स कारीगर के सामने दूसरी मंजिल की सबसे अंतिम कोठरी के सामने रुक जाता है. एक कमरा प्रसिद्ध स्वतंत्रता सेनानी विनायक दामोदर सावरकर का है. विध हुई पालों की गूंगी स्मृतियों उन्हें घर लेती है. सावरकर की यातनादायी जीवन उनकी आंखों के सामने तैर जाती है. സെല്ലുലാർ ജയിലിലെ 2-ാം നിലയിലെ അവസാനത്തെ സെല്ലിൽ ആരോ താമസിക്കുന്നത് തൂക്കുമരത്തിൽ വിധിക്കപ്പെട്ട ആളുടെ മുറിയുടെ വരാന്തയിൽ നിൽക്കുകയാണ് ആരെന്ന് പറയും ലേഖകൻ എന്ന് പറയുന്നത് ആളെഴുതുന്നതാണ്. ഈ മുറി സ്വതന്ത്ര സമര സേനാനിയായിട്ടുള്ള ആരതാണ് വിനായക ദാമോദർ സവർക്കറുടേതാണെന്ന് പറയുന്നു. സവർക്കറും ജയിൽവാസത്തിൻ്റെ
പീഡനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ലേഖകൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് പ്രസംഗത്തിൽ പറയുന്നത്. व्याख्या श्रीकांत वर्मा सन 1986 जनवरी में ये अनुभव करते हैं कि सावरकर स्वाधीनता संग्राम के इतिहास में जिस कीर्ति के अधिकारी थे. 1986 ജനുവരിയിൽ ഒരു അനുഭവം പറയാണ്. സാവർക്കർ സ്വാതന്ത്ര്യ സംഗ്രാമത്തിലെ ഇതിഹാസത്തിലെ കീർത്തി എന്ന് പറഞ്ഞാൽ വലിയ നിലയിലുള്ള ഒരു അധികാരിയായിരുന്നു. उनसे उन्हें वंचित रखा गया. पीछे पंक्ति में जिस लेखक स्वयं को कटघरों के गढ़ा करते हैं, शायद बनाना चाहते हैं कि आज़ादी के बाद शाम का दल ने सावरकर की वैचारिकी को वर्जित मान लिया है എന്ന് പറയുന്നത്. ഹിന്ദു മഹാസഭയുമായുള്ള ബന്ധം കാരണം അദ്ദേഹത്തിനെ വർഗീയവാദിയായി ചിത്രീകരിച്ചു എന്നാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. लेकिन उनकी कोठरी के सामने गड़े होकर जैसे अपराध बोध से ग्रसित हो जाता है. सेलुलर जेल के कमरों की लंबाई चौड़ाई 13.5 ഗുണം 7.5 ഫീറ്റ് थी. ജലന്താ സാവർക്കറുടെ 13.5ഉം 7.5 വരെയുള്ള ഇടുങ്ങിയ മുറിയിലാണ് അവർ കഴിഞ്ഞിരുന്നതെന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത്, സഭി कैदियों के शौचालय लाने का समय नियत रहता था. ഓരോരുത്തർക്ക് ശൗചാലയത്തിൽ പോകുന്ന ബാത്റൂമിൽ പോകുന്ന ടൈം നിശ്ചയ സമയം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. सावरकर को अंग्रेजी हुक्म उन्हें 25 साल की 2 अलग सजाएं सुनाती. മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സെല്ലിൽ, അതുപോലെ തന്നെ സമയവും, അതുപോലെ സ്വന്തം സെല്ലിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ട ആൾക്കാർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ജയിലിലെ മുറിവുകളിൽ നിന്ന് പലപ്പോഴും മലമൂത്രത്തിൻ്റെ ദുർഗന്ധം വമിച്ചിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ 20 വർഷം വീതമുള്ള 2 ശിക്ഷകളാണ് വിധിച്ചത്. 25 വർഷം വീതമുള്ള 2 ശിക്ഷകൾ ലഭിച്ചിരുന്നു. अंडमान से सेलुलर जेल के सावरकर ने 9 വർഷം 10 മാസം സജ കാട്ടി ഹെ. 9 വർഷവും 10 മാസമാണ് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ശിക്ഷ അനുഭവിച്ചു. 1911 ജൂലൈയിൽ സാവർക്കർ ആൻഡമാൻ പहुंचाता है. अंडमान जेल एतिച്ചു. सावरकर के जीवन के आखिरी 2 दशक राजनीतिक एकाकीपन और अपयश में बीते. അദ്ദേഹത്തിൻ്റെ 1900 സാവർക്കർ പൂനെയിലെ യർവാദ ജില്ലയിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ജീവിതം പകുതി അദ്ദേഹത്തിൻ്റെ 2 ദശക 2 വർഷങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ അദ്ദേഹം എന്താണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി എന്ന് പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആജീവനാന്തം ജീവിതം മുഴുവനും എന്താക്കി രാഷ്ട്രീയത്തിൽ ഏർപ്പെടാനായിട്ട് പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തി. लेखक श्रीकांत वर्मा सेलुलर जेल में स्थापित सावरकर की मूर्ति के समय श्रद्धा की मुद्रा में नतमस्तक हो जाता है എന്നാണ് അദ്ദേഹത്തിൻ്റെ സെല്ലുലാർ ജയിലിൽ മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന സാവർക്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ ലേഖകൻ തല കുമ്പിട്ട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും സെല്ലുലാർ ജയിലിൻ്റെ ഫ്രണ്ടിൽ ആരാണ് സാവർക്കറിൻ്റെ മുഖം ചിരിച്ച രീതിയിലാണ് പ്രതിമ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. വിശേഷ് डायरी में पूरी ईमानदारी और स्पष्टता के साथ श्रीकांत वर्मा ने सावरकर की उपलब्धि और योगदान को उनकी जीवनी परक वास्तविकता की रोशनी में दर्जा किया. തികഞ്ഞ സത്യസന്ധതയോടും വ്യക്തതയോടും കൂടി ശ്രീകാന്ത് വർമ്മ തൻ്റെ ഡയറിയിൽ സാവർക്കറുടെ നേട്ടങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഡയറിയാണ് കേട്ടോ.
അടുത്ത് നോക്കാം, അംശം 4 നോക്കാം. കുछ चिड़ियों मेरी खिड़की के शीशों से आकर टकरा जाती है या वे मुझे जगा रही है. गहरी नींद से जागे तुम नींद में हो, नींद में चल रहे हो, नींद में लिख रहे हो, नींद में ജീവൻ ജീ രഹേ ഹോ. ചില പക്ഷികൾ വന്ന് എൻ്റെ ജനൽ പാളികളിൽ ഇടിക്കുന്നു. അവ എന്നെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. ആഴമായ ഉറക്കത്തിൽ നിന്ന് ഉണരുക. നിങ്ങൾ ഉറക്കത്തിലാണ്, ഉറക്കത്തിൽ ചലിക്കുകയാണ്, ഉറക്കത്തിൽ എഴുതുകയാണ്, ഉറക്കത്തിൽ ജീവിക്കുകയാണ്. ഗ്രന്ഥകാരൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, പേജ് നമ്പർ 158, ഇവിടെ എഴുത്തുകാരനും മറ്റുള്ളവരും ഉറക്കത്തിലാണ്. ഉറക്കം വിട്ടുണരുക, യാഥാർത്ഥ്യങ്ങൾ കാണുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രസംഗ സവർക്കർ की प्रतिमा को देखकर लेखक स्वयं से एक आलाप कर रहे हैं. സവർക്കറുടെ പ്രതിമ കണ്ട് എഴുത്തുകാരൻ്റെ മനസ്സിൽ ഉണർന്ന ചിന്തകളാണ് പ്രതിപാദ്യമെന്ന് പറയുന്നു. സവാക്യ ഡയറി സ്വയം സെ സംവാദ് കി വിധ ഹെ. ഡയറി സ്വയം ഒരു അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു വിധയായിട്ട്, ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. ഉസ്കാ സുന്ദർ ഉദാഹരണം ഇസ് അംശമേ ദേഖ്താ ഹെ. ഇതിൻ്റെ സുന്ദര ഉദാഹരണം ഈ അംശത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതിഹാസ് ഗലിയാരെ മേ ഉതർ കർ ലേഖക് ക്രാന്തികാരി സവർക്കർ की यंत्रण का सहभोग बन जाता है. अपराध बोध से ग्रसित हो और स्वयं पश्चाताप की आंच में जल रहे हो. आंडमान पाड़ ऐसे नाम व्यक्तियों का कृतज्ञ स्मरण है. लेखक अनुताप की अंकी में स्वयं को संशोधित करते हैं. ऐसी मनहा स्थिति में प्रबोधन के क्षण को लेखक डायरी में दर्जा करते हैं. नींद में लिख रहे हो वाक्य हमारा बुद्धिजीवियों एवं लेखकों के सवाल पूछ रहे हैं. എന്താണ് പറയുന്നത്? ഗ്രന്ഥകാരൻ മനസ്സിലെ ചിന്തകൾ പൂർണ്ണമായും വിശദമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ സവർക്കറുടെ ജയിൽ ജീവിതത്തിൻ്റെ വർണ്ണനയാണ് നൽകുന്നത്. സവർക്കറെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലേഖകൻ പശ്ചാത്താപത്താൽ വലയുകയും കുറ്റബോധത്തിൽ ജ്വലിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത പലരുടെയും പേരുകൾ ഇനിയും വെളിപ്പെടുത്താനുണ്ടെന്ന് ലേഖകൻ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. വിശേഷ ഡയറി കാ വിച്ചയ് അംശ सरल वाक्य का बोझांड उदाहरण है. ആത്മലാഭ് ഡയറി കാ ഏക പ്രമുഖ തത്വം ഹോത്താ ഹെ. ഡയറിയുടെ വിശകലന ഭാഗം ഒരു ലളിതമായ വാക്യത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. സ്വയം പ്രതിഫലിക്കുക എന്നത് ഡയറിയുടെ ഒരു പ്രധാന ഘടകമാണ്. सर्वाधिक उपयुक्त विकल्प छोड़कर पूछे गए प्रश्नों का उत्तर दीजिए. काला पानी का अर्थ കറുത്ത വെള്ളം എന്നതിൻ്റെ അർത്ഥം എന്താണ്? സുന്ദർ निष्कासित जिसके लौटने की कोई उम्मीद नहीं. 2 लेखक की आंसर कला क्या है? हमारे पूर्वज को क्रांतिकारी थे. लेखक की आंसर क्रूर बदशक्ल मनहूस क्या है? अंग्रेज. വൃത്തികെട്ടതും മോശമായും നിഷ്കൃഷ്ടവുമായത് എന്താണെന്ന് ചോദിക്കുന്നത് അംഗ്രേസാണ്. 4 സെല്ലുലാർ ജയിൽ की कमरे की संरचना कैसे? സെല്ലുലാർ ജയിലിലെ മുറികളുടെ പ്രത്യേകത എന്താണ്? एक पतली सी सूरज की किरण पहुंचाने वाली तंग कोठरी. फांसीकर सामने लेखक किस നാടകക്കാർ का स्मरण होता है? കഴുമരത്തിൻ്റെ മുന്നിൽ ഏത് നാടകകൃതിനെയാണ് എഴുത്തുകാരൻ ഓർമ്മിക്കുന്നത്? ഷേക്സ്പിയറിനെ. 6 സമുദ്ര पर മാണ്ടറാ रही चिड़ियों कैसे प्रतीक हुई? കടലിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? പൂർവജോൻ की मृदात्माओं की तरह. 7 പാഠ के 5 തത്സം ശബ്ദ का चयन करें. ഈ പാഠത്തിൽ നിന്ന് 5 സമാന വാക്കുകൾ എഴുതുക. ദ്വീപ്, നിഷ്കാസിത്, യന്ത്രൻ, കാരാഗൃഹ, ദശക് ഇതൊക്കെ ഏതാണ് തത്സം ശബ്ദങ്ങളാണ്. പാഠ से 5 ഉറുദു ശബ്ദോं का चयन करें. പാഠത്തിൽ നിന്ന് 5 ഉറുദു വാക്കുകൾ എടുത്തെഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബദ്ശക്കൽ, മനഹൂസ്, ഉമ്മീദ്, ഗുർമ, തലാഷ്. ഹൂം കർ പീന മുഹവര का अर्थ എന്താണ്? बुद्धिमान व्यक्ति छाछ की फूंक फूंक कर पीता है. कॉमेडी का शाश्वत अर्थ है सुगंध. ലേഖകനെ പാനി കിസെ കാത്തെ സ്പഷ്ട കിയ. എഴുത്തുകാരൻ എന്താണ് കറുത്ത വെള്ളമെന്ന് വിശേഷിപ്പിക്കുന്നത്? हमारे देश के परतंत्र रखने के लिए अंग्रेजों ने
और दंड नीति का आविष्कार किया था। इसी के जीवन उदाहरण अंडमान के पोर्ट ब्लेयर का सेल्युलर जेल है। काला पानी का सजा पाए लोगों के लौटने की कोई उम्मीद नहीं होती है। वे कूड़ कूड़ कर कालकोटरी में अपनी ജീവൻ ലീല സമാപ്തമാക്കി. നമ്മുടെ രാജ്യത്തിൽ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷർ ക്രൂരമായ ശിക്ഷാ നടപടികളും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിൽ ജീവിക്കുന്ന ഉദാഹരണമാണ് ആൻഡമാനിലെ ഫോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. കാലാപാനി ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് തിരിച്ചു വരാനായിട്ട് കഴിയില്ലായിരുന്നു. അവർക്ക് പ്രതീക്ഷയില്ല, തിരിച്ചു വരുന്ന യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ശ്വാസം മുട്ടൽ മൂലം അവർ തടവറയിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അതാണ് പാഠത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലേഖയ്ക്ക് അനുസാർ ആൻഡമാൻ കെ ദ്വീപ് की संख्या कितनी है? ലേഖയുടെ അഭിപ്രായത്തിൽ ആൻഡമാനിൽ എത്ര ദ്വീപുകളുണ്ടായിരുന്നു? ആൻഡമാൻ ദ്വീപ് സമൂഹം യൂത്തോ കുൽ 572 ദ്വീപുകളും ലേക്ക് ആബാദി കേവലം, എന്നാൽ വ്യാസയോഗ്യമായത് കേവലം 38 എണ്ണം മാത്രമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, गोरे शासक देशभक्ति क्रांतिकारियों की किस सेल में रखते हैं? प्रस्तुत कीजिए. ദേശാഭിമാനികളായ വിപ്ലവകാരികളെ വെള്ളക്കാരായ ഭരണാധികാരികൾ ഏത് തടവറയിലാണ് പാർപ്പിച്ചിരുന്നത്? ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിലാണ് ഇന്ത്യയിലെ വിപ്ലവകാരികളായ ആൾക്കാരെ താമസിച്ചിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, फांसी से वाले कैदी के साथ क्या औपचारिकताएं निभाई जाती है? वर्णन कीजिए. തൂക്കിലേക്കുന്നതിന് മുമ്പ് തടവുകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്? എന്തെല്ലാം കൊടുത്തിരുന്നു? अंग्रेजवासी पूर्व उदारता का दिखावा करते हैं. मृत्यु के पूर्व व्यक्ति को खुली हवा में सांस लेने की छूट देते हैं. धार्मिक होने का अभिनय करते हैं. फांसी पाने वाले को धर्मानुसार गीता, बाइबल, कुरान के पाठ की सुविधा दी जाती है. उनकी आखिरी इच्छा का ख्याल रखा जाता है. ബ്രിട്ടീഷ് മനുഷ്യത്വമുള്ളവരാണെന്ന് നടിച്ചിട്ട് അവരോട് തൂക്കിലേക്കുന്ന മുമ്പ് അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കും. ഞങ്ങൾ നല്ലവരാണെന്ന് കാണിക്കാൻ മരണത്തിന് മുമ്പ് അവരെ സ്വതന്ത്രമായിട്ട് വിട്ടിരുന്നു. മതവിശ്വാസത്തിൽ നടിക്കാതെ ഖുറാൻ ഓതാനും ബൈബിൾ വായിക്കാനും അതുപോലെ ഗീതകൾ വായിക്കാനൊക്കെ അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. അവരുടെ അന്ത്യാഭിലാഷങ്ങളും സാധിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് അവർ നടിച്ചിരുന്നത്. മരണത്തിന് മുമ്പ് അവർക്ക് കൊടുത്തിരുന്ന വിപ്ലവകാരികൾക്ക് കൊടുത്തിരുന്നത്. वे कौन थे जो ഷേക്സ്പിയർ को घर भूल गए थे? ഷേക്സ്പിയറിനെ വീട് മറന്നു വന്നവർ ആരായിരുന്നു? അംഗ്രേസി ലോകോനെ ഷേക്സ്പിയർ के घर भूल गए थे. ബ്രിട്ടീഷുകാർ അവർ ആണ് ഷേക്സ്പിയറിനെ വീട് മറന്നു വന്നവർ. फांसी करके एक साथ कितने व्यक्तियों की फांसी देने की व्यवस्था थी? ഒരേ സമയം എത്ര പേരെ തൂക്കിൽ കൊല്ലാൻ സാധിക്കുമായിരുന്നു? एक साथ 3 വ്യക്തിयों की फांसी देने की व्यवस्था. 3 വ്യക്തികളെ ഒരു സമയം തൂക്കിക്കൊല്ലാനായിട്ടുള്ള വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. തൂക്കിക്കൊല്ലാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. സബ്സെ ഖത്തർനാക് കൈദി കിസെ മാനാ ജാത്ത? ഏറ്റവും അപകടകാരിയായ തടവുകാരനായി കണക്കാക്കപ്പെട്ടിരുന്ന ആരെയാണ്? സവർക്കർക്കു സബ്സെ ഖത്തർനാക് കൈദി മാനാ ജാത്ത? സവർക്കറെയാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള തടവുകാരനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. ലേഖകന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലേഖകനെ മൻമേ കിസ്കെ പ്രതി പൂർവഗ്രാഹ ദേ? രചയിതാവിന് ആരോടാണ് മുൻവിധി ഉണ്ടായിരുന്നത്? മുൻവിധി ഉണ്ടായിരുന്ന ആരോടാണ്? लेखक के मन में सावरकर के प्रति पूर्वग्रह था क्योंकि उनका संबंध हिंदू महासभा से रहा. ലേഖകൻ്റെ മനസ്സിൽ സവർക്കറോട് മുൻവിധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദു മതസഭയും ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ കെ ബാഹർ കി സ്വാധീനത സേനാനിക്ക് പ്രതിമ दी? ജയിലിന് മുൻപ് ആരുടെ പുറത്ത് ആരുടെ സ്വതന്ത്ര സേനാനിയുടെ പ്രതിമയായിരുന്നു? സവർക്കറുടെ പ്രതിമയായിരുന്നു. സവർക്കർ കി പ്രതിമ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കിസെ സവർക്കർ കെ സാമ്പ്രദായിക് ഹോനെ കാ തർക്ക് മൻസൂർ നഹീ ഹൈ? സ്പഷ്ട കീജിയെ. സവർക്കർ വർഗീയനായിരുന്നു എന്ന വാദം ആരാണ് അംഗീകരിക്കാത്തത്? विशदीകരിക്കുക. लेखक सावरकर के सांप्रदाय होने का तर्क मंजूर नहीं है क्योंकि एक हिंदू के रूप में अपने अस्मिता की तलाश सांप्रदायिकता नहीं. कम से कम ऐसा व्यक्ति सांप्रदायिक ही हो सकते हैं जिसके देशभक्ति की इतनी बड़ी सजा भोगी हो. ലേഖകനാണ് സവർക്കർ വർഗീയവാദിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഹിന്ദുത്വം അന്വേഷിക്കുന്നത് വർഗീയതമായിട്ട് ലേഖകനെ കരുതുന്നില്ല. രാജസ്നേഹത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ അനുഭവിച്ച
അത്തരത്തിലൊരാൾക്ക് വർഗീയവാദിയാകാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ സെ ലൗട്ട് കർ കിസ്നെ അപ്പനെ കമരെ മേ ബന്ദി നെഹി ജലായി. ജയിലിൽ നിന്ന് മടങ്ങിയ ശേഷം ആരാണ് തൻ്റെ മുറിയിലെ വെളിച്ചം തെളിക്കാതിരിക്കുന്നത്? ലേഖകനെ അപ്പനെ കമരയ്ക്ക് ബന്ദി നെഹി ജലായി.